ഇപ്പൊ കണ്ട മറ്റേ പുതിയ ആവേശം സിനിമ പോലെയൊക്കെ താങ്കളും വരുംവരായികള് ഈ 18 വയസ്സ് 19 20 21 22 23 വയസ്സൊന്നും വരുംവരായികളൊന്നും അറിയില്ല. ഒരു കേസുണ്ടായ എന്താ, ഒരു ക്രൈം ഉണ്ടായ അത്ര കൊല്ലം കോടതി കയറി ഇറങ്ങണം, എന്തോരം പൈസ വക്കീലിന് കൊടുക്കണം, പോലീസ് കേസായി ഒരു ജോലി കിട്ടൂല. അല്ല, അങ്ങനെ ഈ തമ്മന ഷാജിയോടുള്ള ആരാധന കാരണം അല്ലെങ്കിൽ താങ്കളുടെ ഈ പ്രവർത്തനത്തിലുള്ള ഒരു പ്രചോദനം കാരണം ഇതിലോട്ട് ഈ ക്രിമിനൽ പ്രവർത്തനത്തിലോട്ട് വന്നവരുണ്ടോ ചെറുപ്പക്കാരെ ആ കാലയളവിലെ? അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതേപോലെ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണല്ലോ കുട്ടികളിങ്ങനെ കൂടണത്. അവർക്ക് കോളേജിലൊരു പേര് വേണം പറയണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ തന്ത്രപരമായിട്ട് അവരെ ഇങ്ങനെ അങ്ങനെ കേസിലോ ഇതിലോ അങ്ങനെ അറ്റംപ്റ്റിലോ അങ്ങനെയൊന്നും പെടുത്തി ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യും. ഇവിടെ പല ആൾക്കാരെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ അവർ വേറെ രീതിയിൽ തിരിച്ച് അവരുടെ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ തിരിച്ചു വിട്ടണ്ടല്ലേ, അവരുടെ ജീവിതം പോയില്ലേ. നമുക്കിത് നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ, നമുക്കറിയാമല്ലോ. ചൂടുവെള്ളത്തിൽ വീണ പോലീസിൻ്റെ സംവിധാനം, പോലീസിന് ഇവിടെ ഒരുവിധം 90% പോലീസിന് ഇവിടെ നന്നായിട്ട് കാര്യങ്ങൾ പോകണമെന്ന് തന്നെയാണ്. പിന്നെ എല്ലാത്തിലും ഇല്ലേ എല്ലാ സൈസ് ആളുകളും, ഡോക്ടർമാരെല്ലാം ഉണ്ട്, നിങ്ങൾ പത്രക്കാരില്ലേ ഇല്ലേ, പോലീസിലുണ്ടാവും, മറ്റേ വക്കീലന്മാരെല്ലാം ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ട് ആളുകളാണ്. അപ്പം ഇപ്പം എങ്ങനെ പൂർണ്ണമായിട്ട് ആത്മീയ ജീവിതത്തിലാണ്? ആത്മീയ ജീവിതത്തിലാണ്. മാസത്തിൽ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് പോകും. എല്ലാ വ്യാഴാഴ്ച പോകാൻ പറ്റുമെങ്കിൽ പോകും. പിന്നെ മാസത്തിൽ എന്തായാലും ഒരു പ്രാവശ്യം മുടങ്ങാതെ അവിടെ പോകും. പിന്നെ ഇവിടെ എറണാകുളത്തുണ്ട്, ഞങ്ങൾ അവിടെ പോയി ബന്ധമുള്ള ആളുകളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് നിരുന്നത്. എൻ്റെ വീടിൻ്റെ മുകളിലുണ്ട് പ്രാർത്ഥനാ സ്ഥലം വരുന്നത്. ഇപ്പം ഇല്ല, സ്വന്തമായിട്ട് ഞങ്ങളൊരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടാക്കി ഗുരുവിൻ്റെ നിർദ്ദേശത്തിൽ. ഗുരു മരണപ്പെട്ടിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇപ്പോൾ താങ്കൾ ഇതിൽ നിന്ന് തിരിച്ചു വന്ന പോലെ ഏതെങ്കിലും ചെറുപ്പക്കാരെയൊക്കെ ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്? എനിക്ക് ബന്ധമുള്ള ഒരുപാട് പേരെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുറേ പേരൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും പോകുന്നുണ്ട്, കുറേ പേരൊക്കെ തെറിച്ച്. ഇതിൽ കുറേ സഹനമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ, മനസ്സിലായ. നല്ലതും ചീത്തയും തിരിച്ചറിയണം. എന്ത് പൈസയും മേടിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെയൊക്കെ എന്തോരം പ്രോപ്പർട്ടി ഇവിടെയൊക്കെ നികത്തുന്നുണ്ട്. ഇപ്പം കുറവാ. ഇപ്പോൾ ഗവൺമെൻറ് പൈസ അടച്ചു കഴിഞ്ഞാൽ നികത്തി കൊടുക്കുക. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാര്യപ്പെട്ടവരെ ചെയ്തു കൊടുക്കണത്. വെറുതെ ചെല്ലണ്ട, വെറുതെ വിളിച്ചാൽ മതി, അപ്പം കൊണ്ടുവന്ന് തരും. അത് നമുക്ക് നല്ലതാവോ? ആവില്ല, പൈസ നല്ലതാവില്ല. അങ്ങനെ എന്തും കിട്ടൂടാ. അങ്ങനെയാണ് എനിക്കിപ്പോൾ സ്വന്തമായിട്ട് വീടൊന്നുമില്ല. എൻ്റെ തറവാട്ടിലാണ് കഴിയുന്നത്. ഒരു 3 സെൻറ്റ് ഭൂമി പോലും എനിക്കില്ല. അങ്ങനെ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാമായിരുന്നു. ഇന്നിപ്പോൾ ഏഷ്യാറ്റിട്ടാണ് ന്യൂസിൽ പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കുറേ പൈസ ഉണ്ടാക്കി, അയാളുടെ മോളുടെ കല്യാണം നടത്തി, ആരാൻ്റെ കാശ് കൊണ്ടൊക്കെ അയാൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയായെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. താങ്കൾ ധരിച്ചിരുന്ന കോട്ട് അത് 50,000 രൂപ വിലയുള്ള കോട്ടാണെന്നൊക്കെ പറഞ്ഞു. ഒരു 10,000-12,000 രൂപ 13,000 രൂപ എനിക്ക് ഫ്രീ ആയിട്ട് അടിച്ചു തരും എൻ്റെ കൂട്ടുകാർ. എൻ്റെ കൂട്ടുകാർക്ക് തയ്യക്കടയുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ഡിസൈനർ കിം ഇന്ത്യയുടെ അസൻ. അയാൾക്ക് യൂറോപ്പിൽ വരെ ഉണ്ട് കസ്റ്റമർ. അയാൾ എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരും. ഇതിപ്പോ മറ്റേ ലൂയിസ് ഫിലിപ്പിന്റെ ഒരു നിങ്ങൾ പോയി നോക്കിയോ, അതുപോലെയാവും. ഒരു 15,000 രൂപ കൂടുതൽ മുകളിൽ വരില്ല. അത്രേ ഉള്ളൂ. ഇവിടെ 50 ലക്ഷം രൂപയുടെ കോട്ടില്ലേ, ഇല്ലേ? അത് ഇടുന്നവരില്ലേ? എന്നിട്ട് ഈ ചൊറിച്ചിലാവുന്ന ആളുകൾക്കില്ലല്ലോ. ഇവിടെ ആരുടെ കല്യാണത്തിന് വരുന്നു? 5,000 പേരുടെ കല്യാണം നടത്താൻ അതൊക്കെയാണല്ലോ സമൂഹം. 5,000 ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു 10,000-7,000 പേര് കൂടിയുണ്ട്. അതൊന്നും ഭക്ഷണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കറിയാലോ. അത് അതിനകത്ത് ഇപ്പോഴത്തെയും പണ്ടത്തെയൊക്കെ ഗുണ്ടകളൊക്കെ വന്നിട്ടുണ്ട്. ക്രിമിനൽ പണ്ടത്തെ എൻ്റെ കൂട്ടുകാരെയൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവർ അവരെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നിലപാടുകൾക്കൊന്നും മാറ്റൂല. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ നിലപാട് പറയും. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം ഈ അനീഷിനോട് ചോദിച്ചാൽ തന്നെ അറിയാം. അനീഷും ബായൻസീർ എനിക്ക് വളരെ അഗെയിൻസ്റ്റായിട്ട് ഞാൻ പറഞ്ഞ ഈ ജനജാഗ്രത ഉണ്ടായ സമയത്ത് ബായൻസീർ, വെട്ടൽ സുരേഷ്, പിന്നെ വനങ്ങാട് പ്രസാദ്, ബോൾഗാട്ടി കുട്ടൻ, പള്ളുരുത്തി പ്രിയൻ, ഇങ്ങനെ ഒരുപാട് ഗ്യാങ്ങുകൾ എനിക്കെതിരായ സമയത്ത് ഇവരൊക്കെ തമ്മിൽ അകന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവരൊക്കെ അടുപ്പത്തിലാണ് പോണേ? അല്ല, ഞാൻ അടുപ്പത്തിലൊന്നുമല്ല. കല്യാണത്തിന് വന്നായിരുന്നു പറഞ്ഞു. അനീഷ് വന്നിട്ടുണ്ടായി. അനീഷിന് പറഞ്ഞാൽ മയക്കുമരുന്നെഴുതിയ പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അതിന് നല്ലൊരു കാര്യം തന്നെ. അങ്ങനെ അവന് അത്ര ഉറപ്പോടെ പറയണമെങ്കിൽ അവൻ അതിലില്ലാതിരിക്കണം. പിന്നെ അവൻ്റെ കൂടെ നടന്ന ആളുകളൊക്കെ മയക്കുമരുന്ന്. ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആക്ടിവിറ്റിയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. അവനും അങ്ങനെ ഗുണ്ടാണോന്നും പറഞ്ഞ് നടന്ന ആളൊന്നുമല്ല. എനിക്കറിയാം ചെറുപ്പം പോലെ. ഇങ്ങനെ സുഹൃത്തുക്കളുടെ ബന്ധം
സുഹൃത്ത് ബന്ധം. ഇപ്പോൾ ടോമിനൊരു വിഷയം ഉണ്ടാകുമ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. ഞാൻ വരും, ഞാൻ ചിലപ്പോൾ പിന്നെ ഞാൻ ആളെ കൂട്ടും, എനിക്ക് എൻ്റെ കൂട്ടുകാരെ കൂട്ടും. അങ്ങനെയൊക്കെ തന്നെ അനീഷായത് ഇവിടെ എല്ലാവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലർ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ അടിക്കുന്നവർക്ക് പിന്നെ വലിയ രാജാവാണ്, വലിയ മുതലാളി, അതിപ്പോൾ അതിൻ്റെ പുറത്ത് പറയുന്നതാണ്. അതിറങ്ങുമ്പോൾ പിന്നെ അതൊക്കെ മാറും, നേരം വെളുക്കുമ്പോൾ അതൊക്കെ മാറും. ഇതൊരു വലിയൊരു ആരാധകരുണ്ടാവും അല്ലെ, ആരാധകർ. അപ്പം അതിലങ്ങോട്ട് പോകും. ഇപ്പോഴും ഉണ്ട് തമ്മന ഷാജിക്ക് ഇപ്പോഴും ആരാധകരുണ്ട്. അല്ല, ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ മൈക്ക് കെട്ടിയ ആൾ കൂടുമല്ലോ, മൈക്ക് സാങ്ഷൻ എടുത്ത് പറഞ്ഞ ആൾ കൂടുമല്ലോ, കൂടും. ഇപ്പോഴും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതെന്ന് പറഞ്ഞാൽ 2000 RJD ഉണ്ടാക്കിയ സമയത്ത് ഞാനിവിടെ എവിടെയൊക്കെ പ്രസംഗിച്ച്, ഞാൻ പറയാം, തമ്മനം ജംഗ്ഷൻ, പാലാരിവട്ടം, പള്ളുരുത്തി വേളി, വൈപ്പിൻ, പിന്നെ ഇവിടെയൊക്കെ ഞാൻ പ്രസംഗിച്ച 2000 സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അപ്പൊ ആ സമയത്ത് ഈ ടൗൺ ഹാളിൽ പ്രസംഗിച്ചു. അങ്ങനെ രാഷ്ട്രീയ മോഹത്തിന് കാരണം എന്താ? രാഷ്ട്രീയ മോഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ സമൂഹത്തിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് വേണം. നമുക്കൊരു സമൂഹത്തിലേക്ക് ഇറങ്ങണേ. അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇണ്ട അവനവൻ്റെ താല്പര്യത്തിന് വേണ്ടി നടക്കണേന്, അവന് കാശുണ്ടാക്കാനേ. എനിക്ക് കാശുണ്ടാക്കാൻ ഇവർ അന്വേഷിച്ചോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. 3 സെന്റ് സ്ഥലം പോലും എനിക്കില്ല. എനിക്കുണ്ടാക്കണേ 2000-ന് മുമ്പ് ആവും. ഞാനിവിടെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗുരുവിൻ്റെ അടുത്ത് എത്തിയ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അസത്യവും ഉണ്ട്, നല്ലത് ചീത്തയിലേക്ക് പോയാൽ അവിടെ നിന്ന് ഔട്ടാണ്, ഗെറ്റ് ലോസ്റ്റ്. 1-2 പ്രാവശ്യമൊക്കെ നമ്മളെ വാണിംഗ് ചെയ്യും, പിന്നെ പറയും. ഗുരു എന്ന് പറഞ്ഞാൽ മറിഞ്ഞും വരും തെളിഞ്ഞും വരും. ആത്മീയ ഗുരുനാഥന്മാർ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, പ്രധാനമന്ത്രിയായിട്ട് ബന്ധമുണ്ട്, അമേരിക്കൻ പ്രസിഡന്റായിട്ട് ബന്ധമല്ല, അവർ രക്ഷിതാവായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അവരുടെ പ്രപഞ്ച രക്ഷിതാവായിട്ട് എല്ലാവരെയും ഇപ്പോൾ എല്ലാവരെയും പരിപാലിക്കുന്നവരാ ദൈവമല്ലേ, അല്ലേ? ഇപ്പൊ ടോമിന്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവല്ലേ, എല്ലാവരും പിതാവല്ലേ കർത്താവ്. ആ കർത്താവായിട്ട് നമുക്ക് ബന്ധമില്ലെങ്കിലും ബന്ധമുള്ളവരായിട്ട് ബന്ധം ഉണ്ടായാലും എങ്ങനെ? ഉദാഹരണത്തിന് ടോമിനിപ്പോൾ നമ്മുടെ ചീഫ് മിനിസ്റ്ററായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ എൻ്റെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തരൂല്ലേ, അത്ര ക്ലോസ് ആണെങ്കിൽ. അത്രയൊക്കെ തന്നെ അവർക്കുള്ള കാര്യം. പിന്നെ അവരെന്ന് പറഞ്ഞാൽ വിശ്വാസപരമായ കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കൽ എങ്ങനെയാണ്? സമർപ്പണമായിരിക്കും, അതൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ ടോമിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത്, ഇദ്ദേഹത്തിൻ്റെ പേരെന്താ, ക്യാമറമാൻ്റെ ശ്യാംലാലിനോട് പറഞ്ഞാൽ ടോം എൻ്റെ അടുത്ത് വന്നിട്ടാ, ഒന്നുമില്ലാതെ ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ഞാൻ സഹായിച്ചു. അപ്പോൾ ദൈവത്തിനായോ? അല്ല. അങ്ങനെയുള്ള ചിന്തകൾ, ഉള്ളിലെ ദുസ്വഭാവങ്ങൾ, അസൂയ, പരദൂഷണം, നിങ്ങളെ കുറ്റം പറയൽ, നിങ്ങൾ എന്തെങ്കിലും, എനിക്കിപ്പോൾ ഞാനും ടോമും കൂട്ടുകാരാ, നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം തന്ന് നിങ്ങൾ നല്ല ജോലി കിട്ടി, ഓൻ രക്ഷപ്പെട്ടു. നമ്മളിപ്പോഴും ദൈവത്തിനോട് പരിതപിക്കും. എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് തരണം. ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായ വഴിയുണ്ട്. ഇപ്പോഴത്തെ ഗുണ്ടകളോടൊക്കെ എന്താ പറയാനുള്ളത്? ഗുണ്ടകളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പബ്ലിക്ക് ഇപ്പോൾ മൊത്തത്തിൽ മോശമാണല്ലോ, ജനങ്ങളാകെ പരിഭ്രാന്തിയിലാണ്.